കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് ഈ അടുത്ത് മുഖ്യൻ പറഞ്ഞിരുന്നു. അത് സത്യമാണോ? ചോദ്യത്തിൽ നിന്ന് സത്യമല്ലെന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒപ്പീനിയൻ. ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലതും കേൾക്കാം. ഞാൻ ചോദിക്കട്ടെ, കേരളം സംസ്ഥാനം ഉണ്ടായിട്ട് ഏകദേശം 60-60 എത്ര വർഷമായിട്ടുണ്ട്? ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറിയതല്ലേ? അപ്പോൾ ദാരിദ്ര്യം ഉണ്ടെന്നാണോ? ഞാൻ ഈ അടുത്ത കാലത്തൊരു പ്രിയ സൗകര്യയുടെ വീട്ടിൽ പോയിട്ടാണ്, ശ്രുതി എന്ന് പറഞ്ഞ് ഇവിടെ നെടുമങ്ങാട് കാട്ടാക്കടയ്ക്കകത്ത്. പറഞ്ഞാൽ വിഷമം വരും. കാരണം നമ്മളൊക്കെ മിനിമം സൗകര്യത്തിൽ ജീവിക്കുന്ന ഈ മുറിയുടെ അത്രയും പോലും ഇല്ലാത്ത ഒരു വീട്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പ്രകാരം വീട് കൊടുക്കാമെന്ന് വെച്ചാൽ അതെങ്ങനെയും തടയും. പാർട്ടിക്കാർക്ക് കൊടുക്കുക, അവർ BJP-ക്കാരാണ്, ഇവർ കോൺഗ്രസ്സുകാരാണ്. ആ പരിപാടിയൊക്കെ മാറ്റിവെക്കുക. ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോയാലും പറ്റും. അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. ഒരു റോഡ് കെട്ടി വെച്ചിട്ട് ഇത് BJP-ക്കാരുടെ ഫണ്ട് കൊണ്ടുവന്ന BJP-ക്കാർ മാത്രമേ പോകാമെന്ന് പറയാൻ പറ്റും? ഇല്ല, എല്ലാവർക്കും കൂടിയാണ്. അതുകൊണ്ട് ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഇത്രയും നാളെടുത്തോ അതിൽ നിന്ന് ദാരിദ്ര്യത്തിലോട്ട് ഉയർത്താൻ? നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേരളം അങ്ങ് മാറിപ്പോയി. ഒരു മന്ത്രി ഖത്തറിലിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തു, കേരളത്തിലെ അതിദാരിദ്ര്യരെ വിമുക്തരാക്കി. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, എന്നോട് ഖത്തർ ഭരണാധികാരികൾ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു, ഞങ്ങളിതൊന്ന് കണ്ടെത്തിട്ട് ഞങ്ങൾ ഇത്ര നാളായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് അവിടുത്തെ മന്ത്രി പറഞ്ഞു. ഖത്തർ എന്ന് പറഞ്ഞാൽ അതിസമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു സാധാരണ പൗരൻ്റെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് വാർഷിക വരുമാനം 60 ലക്ഷം ഇന്ത്യൻ രൂപയുടെ തുല്യമാണ്. അവനെയാണ് ഇവിടുത്തെ അതിദാരിദ്ര്യമായിട്ട് നമ്മൾ കൂട്ടുന്നത്. അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്നും കൂടി ഒന്ന് ആ പറയുന്ന മന്ത്രി ഒന്ന് ആലോചിക്കണം. ഇത് കേരളത്തിലെ ജനങ്ങളോടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ മാറണം. നമുക്ക് നോക്കട്ടെ.